ഹലോ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ഫ്രഷ് നല്ല നാടൻ അയല കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഫ്രഷാന്ന് പറയാൻ നല്ല കോൺഫിഡൻറ്റോടുകൂടി തന്നെ ഞാൻ ഫ്രഷാന്ന് തന്നെ പറയും. നമ്മൾ സ്ഥിരം വാങ്ങുന്ന ആളുടെ നിന്ന് തന്നെ വാങ്ങുന്നതായതുകൊണ്ട് നമുക്ക് നല്ല മീൻ കിട്ടും. അതുകൊണ്ടാണ് കേട്ടോ ഫ്രഷ് മീൻ എന്ന് പറയുന്നത്. കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ മീൻ വാങ്ങുന്നത്, അതും അയല വാങ്ങുന്നത്. അയല അങ്ങനെ ഇവിടെ വാങ്ങാറില്ല. അപ്പോൾ എന്തോ അയല കൂട്ടാനൊരു ആഗ്രഹം തോന്നിയപ്പം നമ്മളതങ്ങ് വാങ്ങി. അപ്പം നമ്മുടെ അയലക്കുട്ടന്മാരെയെല്ലാം വെട്ടി വൃത്തിയായി കഴുകി എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് പീസ് എടുത്തിട്ട് വറക്കാൻ വെച്ചു. കാരണം ഇവിടെ ഫ്രൈയോടാണ് എല്ലാവർക്കും എന്ന് വെച്ചാൽ സോനുവിന് താല്പര്യം. അപ്പം ഞാൻ ഇന്ന് ഈ അയല വെച്ചിട്ട് ഒരു മീൻ പീര ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അയല പീര വെക്കുക, നമ്മുടെ മത്തി പറ്റിക്കുക. ഞങ്ങളവിടെയൊക്കെ മത്തി പറ്റിച്ചത് അല്ലെങ്കിൽ മത്തി പീര എന്നൊക്കെ പറയും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഏറെ കുഞ്ഞുള്ളി, പച്ചമുളക്, പിന്നെ നമ്മുടെ കറിവേപ്പില, ഇഞ്ചി, പിന്നെ നമ്മുടെ കുടംപുളി, ഒരു തക്കാളി ഒരു ടേസ്റ്റിനും ഒരു ഫ്ലേവറിനും എടുത്താണ്. ഇത്രയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ തേങ്ങ ചിരകിയിട്ട് അത് മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താണ് കേട്ടോ. കാരണം വലിയ പീരയായിട്ട് അങ്ങനെ കിടക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തു. നമുക്ക് കല്ലിലാണെങ്കിൽ ഒന്ന് ചതച്ചെടുക്കാം. ഇത് ഞാൻ ഇപ്പോൾ മിക്സിയിലിട്ട് അടിച്ചപ്പം ചെറിയ തരി പോലെ ആയില്ലേ, അതാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. അപ്പം ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ കുഞ്ഞുള്ളി, പച്ചമുളക്, ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ പച്ചമുളക് കൂടാതെ ഞാനിതിൽ മുളക് പൊടി ഇടുന്നുണ്ട്. പച്ചമുളക്, മുളക് പൊടി ഇതൊക്കെ ഓപ്ഷണലാണ്. മുളക് പൊടി ഞാനൊരു കളറിന് വേണ്ടി മാത്രമേ ഇടുന്നുള്ളൂ. കാരണം നമ്മൾ ഒരു കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇടുന്നത്, കളറിന് വേണ്ടി മാത്രം. പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് തന്നെ ഞാൻ 2 എടുത്തുള്ളൂ. ഈയിടെ ഒരു തോരൻ വെച്ചപ്പം ഒരു 3 പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല എരിവുണ്ടായിരുന്നു. കാരണം എനിക്ക് അത്ര എരിവുണ്ടോ എന്ന് അറിയാത്തതായിരുന്നു. നല്ല മൂത്ത പച്ചമുളകുമായിരുന്നു. അതുകൊണ്ട് ഞാൻ 2 എടുത്തുള്ളൂ. 2 കൂടുതലാണ്, ഒറ്റ ആവശ്യമുള്ളൂ. കാരണം ഒരുപാട് മീനൊന്നും ഇല്ല. പിന്നെ നമ്മൾ മുളക് പൊടി ഇടുന്നുണ്ടല്ലോ. എന്തായാലും 2 ഞാൻ എടുത്തിട്ടുണ്ട്. 2 നല്ല എരിവ് തന്നെയാണ് ഉറപ്പായിട്ടും. അപ്പം ഞാൻ ഈ കുഞ്ഞുള്ളി എല്ലാം നന്നായിട്ട് അരിഞ്ഞ് തക്കാളി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് ഞെരടി കൊടുക്കും കേട്ടോ. അപ്പോൾ പച്ചമുളകൊക്കെ ഇടുന്നതിന് മുമ്പ് വേണം ഒന്ന് ഞെരടാൻ, അല്ലെങ്കിൽ കൈ പുകയും. അതുകൊണ്ട് അത് ഇടുന്നതിന് മുമ്പ് തന്നെ ഞാനൊന്ന് കൈ കൊണ്ട് ഞെരടി കൊടുത്തു. അപ്പം അതിലേക്ക് കുറച്ച് മുളക് പൊടിയും നമ്മുടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്ന് പറയുമ്പോൾ കാശ്മീരി ചില്ലിയാണ്, എരിവില്ലാത്തത്. അപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. പച്ചമുളക് ഇടേണ്ടവർക്ക് പച്ചമുളക് ഇടാം, അല്ലെങ്കിൽ മുളക് പൊടി മാത്രം. എരിവുള്ള മുളക് പൊടി ഉണ്ടല്ലോ, അത് കളറും എങ്ങനെയാണോ, എനിക്ക് ചെറുതായിട്ടൊന്ന് ചുമന്നിരിക്കണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തത് കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പം സാധാരണ ഇവിടെ പാലക്കാട് ഈ മീൻ പറ്റിച്ച് അങ്ങനെ കാണാറില്ല കേട്ടോ. ഞാൻ താമസിക്കുന്ന ഏരിയയിലൊന്നും, സോനുവിൻ്റെ വീട്ടിലാണെങ്കിൽ പോലും അധികം വെക്കാത്തൊരു ഐറ്റമാണ്. അപ്പം ഇതൊക്കെ കഴിക്കണമെങ്കിൽ മെയിനായിട്ടും എൻ്റെ വീട്ടിൽ ചെന്നാലേ നടക്കുകയുള്ളൂ. പിന്നെ എന്തോ ഒരാഗ്രഹം, പിന്നെ സോനുവും പറഞ്ഞു മീൻ പീര പോലെ കഴിക്കാനൊരാഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെക്കുന്നത്. അപ്പോൾ നമ്മുടെ മീനെല്ലാം പീസ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കാരണം സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കിയായിരുന്നു ശരിയായില്ല, ഇതിന് കൈ തന്നെ വേണം. അപ്പോൾ നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. പീര വെക്കുകയാണ്, അപ്പോൾ ഒരുപാട് ചാറ് പോലെ ആക്കിയെടുക്കേണ്ട ആവശ്യമില്ല. മീനൊന്ന് വേകാൻ പാകത്തിനുള്ള വെള്ളം മതി. അപ്പോൾ നമ്മുടെ കയ്യിൽ ആ പീരയൊക്കെ ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ കറക്റ്റ് ഇത്രയും വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് വറ്റി വരും കേട്ടോ. ഇത് വറ്റി നല്ലതായിട്ട് കുറുകി വരും. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മീൻ പീര ഏകദേശമായി വന്നിട്ടുണ്ട്. നമ്മൾ മീൻ തവി വെച്ചിട്ട് ഇളക്കാതിരിക്കാൻ നോക്കുക. നമ്മളൊന്ന് ചുറ്റിച്ചെടുത്താൽ മതി. അതെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, എന്നാലും ഞാനൊന്ന് ശ്രമിക്കുകയാണ് കേട്ടോ. നമ്മൾ അടുപ്പിൻ്റെ അടുത്ത് വെച്ചിട്ട് ചെയ്യുമ്പം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം ആദ്യം ഒന്ന് ഫ്ലോപ്പായി, എന്തോ ശരിയായില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, സ്റ്റൗ അങ്ങോട്ട് ഇത്തിരി നീക്കി വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് കാണാനും പറ്റും. അല്ലെങ്കിൽ നമ്മൾ ആ തുണിയില്ലേ ചിലപ്പം കത്തും, അടുപ്പിൽ പിടിക്കും. അപ്പോൾ അതൊന്ന് ഇതുമായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുക്കൂ. തവി വെച്ച് ഇളക്കിയാൽ അത് പൊടിഞ്ഞു പോകും, മീൻ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകും. അതുകൊണ്ടാണ് എൻ്റെ അമ്മ ഇങ്ങനെയാണ് ചെയ്യുന്നത് കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒന്ന് ചുറ്റിച്ചു കൊടുത്തു. അപ്പം ഒന്ന് വറ്റി വരുന്നുണ്ട്. എനിക്കിത്തിരി ചാറോട് കൂടിയാണ് ഇഷ്ടം. ഈ മീൻ പറ്റിച്ചതെന്ന് പറഞ്ഞാലും ഇത്തിരി ഗ്രേവി ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഈ മീൻ പറ്റിച്ചതിൻ്റെ ഗ്രേവിക്ക് ഭയങ്കര ടേസ്റ്റാണ്. ആ തേങ്ങയുടെ ആ
ചാറൊക്കെ ഇറങ്ങുന്നതും പിന്നെ നമ്മുടെ ആ മീനിൻ്റെ സത്തൊക്കെ ഇറങ്ങുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. മീൻ പറ്റിച്ചതിന് മീൻ കറി വെക്കുന്നതിനേക്കാളും അടിപൊളിയാണ് മീൻ പറ്റിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. പിന്നെ മുകളിൽ ഇത്തിരി കറിവേപ്പില ഇട്ട് കൊടുത്തു. ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു, എന്നാലും കുറച്ചും കൂടി ഒരു ഭംഗിക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഒന്നും കൂടെ ആ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് പിടിച്ച് കുറച്ച് നേരവും കൂടി ഒന്ന് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും സെറ്റായിട്ട് അടിപൊളി നമ്മുടെ മീൻ പറ്റിച്ച് റെഡി ആയിട്ടുണ്ടാവും. അപ്പം ഞാനത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം അല്ലേ. എന്താ പറയുക, ഇതൊക്കെ പഴങ്കഞ്ഞി കുടിക്കാനും നമുക്ക് കപ്പയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഇത് അടുത്ത ദിവസം എടുക്കുമ്പോഴത്തേക്കും പഴങ്കഞ്ഞി കുടിക്കാൻ പറ്റിയ ഒരു സാധനമാണ് കേട്ടോ. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിരുന്നു മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തായാലും ഞാൻ ഇന്ന് കമൻറ്റ് പ്രതീക്ഷിക്കുന്നു. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യണം. പിന്നെ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇന്നത് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പം അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.